ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചലഞ്ചിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1800 രൂപ ABC എന്നിവർക്ക് ഭാഗിച്ചു കൊടുക്കുന്നു. എയുടെ 1/2 ഭാഗം ബിയുടെ 1/3 ഭാഗവും സിയുടെ 1/4 ഭാഗവും തുല്യമായാൽ എയുടെ ഭാഗം എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1800 രൂപ ABC എന്നിവർക്ക് ഭാഗിച്ചു കൊടുക്കുന്നു. എയുടെ 1/2 ഭാഗവും ബിയുടെ 1/3 ഭാഗവും സിയുടെ 1/4 ഭാഗവും തുല്യമായാൽ അതിൽ എയുടെ ഭാഗം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആകെ ഭാഗിച്ചു കൊടുക്കുന്നത് 1800 രൂപയാണ്. അതിൽ എങ്ങനെയാണ് ഭാഗിച്ചു കൊടുക്കുന്നത്? എയുടെ 1/2 ഭാഗം അല്ലേ? ഓക്കെ, 3 പേർക്കാണ് ഭാഗിച്ചു കൊടുക്കുന്നത്. ABC 3 പേർക്കാണ് ഭാഗിച്ചു കൊടുക്കുന്നത്. അതിൽ എയുടെ 1/2 ഭാഗം ബിയുടെ 1/3 ഭാഗം ഇങ്ങനെ എഴുതാം. എയുടെ 1/2 ഭാഗം എന്ന് പറഞ്ഞാൽ A × 1/2, ബിയുടെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ B × 1/3. അടുത്തത് സിയുടെ 1/4 ഭാഗവും തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് ഈക്വൽ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് A/2 ഈക്വൽ ടു B/3 ഈക്വൽ ടു C/4 എന്ന ഫോർമാറ്റിലാണ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് A/B/C എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള അതേ ഓർഡറിൽ തന്നെയായിരിക്കും. 2:3:4 ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. A/2 ഈക്വൽ ടു B/3 ഈക്വൽ ടു C/4 ആണെങ്കിൽ A/B/C എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുള്ള അതേ ഓർഡറിൽ എഴുതിയാൽ മതി. 2:3:4. ഇതെങ്ങനെ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ A/2 ഈക്വൽ ടു B/3 ഈക്വൽ ടു C/4 ആണെങ്കിൽ അതിനെ നമുക്കൊരു കോൺസ്റ്റന്റിലോട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു K എന്ന കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഫസ്റ്റ് ടേം A/2 ഈക്വൽ ടു K വരും, അതുപോലെ B/3 ഈക്വൽ ടു K വരും, ദെൻ C/4 ഈക്വൽ ടു K ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും നോക്കൂ. A/2 ഈക്വൽ ടു K ആണെങ്കിൽ A ഈക്വൽ ടു 2 × K 2K വരും. ഓക്കെ, അതേപോലെ നമുക്ക് ബിയുടെ നോക്കാം. B/3 ഈക്വൽ ടു K എടുത്താൽ B ഈക്വൽ ടു 3K ആണ് വരുന്നത്. ബിയുടെ വാല്യൂ 3K കിട്ടും. ഓക്കെ, അതേപോലെ സിന്റെ ടേം നമുക്ക് നോക്കാം. C/4 ഈക്വൽ ടു K ആണെങ്കിൽ C ഈക്വൽ ടു 4K വരും. അങ്ങനെയാണെങ്കിൽ A/B/C എന്ന് പറയുന്നത് ഇതേ സംഖ്യ 2K/3K/4K. അതിന് K എല്ലാം കോമൺ ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് 2:3:4 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡിനോമിനേറ്ററിലുള്ള അതേ ഓർഡറിൽ തന്നെ എടുക്കാൻ കാരണം. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കിവിടെ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇനി ടോട്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1800 രൂപയാണ്. അപ്പൊ 1800 രൂപനെ ഈ റേഷ്യോയിലാണ് ഭാഗിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എയുടെ ഷെയർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എയുടെ ഭാഗം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ഭാഗിക്കുന്നത് എത്ര ഭാഗങ്ങളായിട്ടാണ്? എക്ക് 2 ഭാഗം കൊടുത്തു, ബിക്ക് 3 ഭാഗവും സിക്ക് 4 ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം 9 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 2 ഭാഗമാണ് എക്ക് കൊടുക്കുന്നത്. ഓക്കെ, 9 ഭാഗത്തിൽ 2 ഭാഗമാണ് എക്ക് വരുന്നത്. ഏത് എമൗണ്ടിന്റെയാണ്? 1800 രൂപയാണ് ഭാഗിക്കുന്നത്. അപ്പൊ 1800ന്റെ 9ൽ 2 ഭാഗം ചെയ്താൽ നമുക്ക് എയുടെ ഷെയർ കിട്ടും. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 18നകത്ത് 9 2 തവണയാണുള്ളത്. അപ്പൊ 200 കിട്ടിയിട്ടുണ്ട്. ഇനി 2 × 200 400 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എയുടെ ഭാഗം എന്ന് പറയുന്നത് 400 രൂപ കിട്ടിയിട്ടുണ്ട്. 1800 രൂപനെ ABC എന്നിവർക്ക് ഭാഗിച്ചു കൊടുത്താൽ അതിൽ എയുടെ ഷെയർ എന്ന് പറയുന്നത് 400 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. A/2 ഈക്വൽ ടു B/3 ഈക്വൽ ടു C/4 ആണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:4 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 720 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളില് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ 7:5 എന്ന അംശബന്ധത്തിലാണ്.
ഈ അംശബന്ധം 1:1 ആവാൻ എത്ര പെൺകുട്ടികൾ അധികം വേണം? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 720 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളില് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ 7:5 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 7:5 ആണ്. ഈ അംശബന്ധം 1:1 ആവണമെങ്കിൽ എത്ര പെൺകുട്ടികൾ അധികം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൺകുട്ടികളുടെ എണ്ണം 7 യൂണിറ്റ് ആയിട്ടും പെൺകുട്ടികളുടെ എണ്ണം 5 യൂണിറ്റ് ആയിട്ടും എടുക്കാം. ഓക്കെ, 1:1 എന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആൺകുട്ടികൾ എത്ര എണ്ണമാണോ അത്രയും തന്നെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ റേഷ്യോ 1:1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം 7 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം 5 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം ഇതിനോടൊപ്പം എത്തണമെങ്കിൽ ഇവിടെ 2 യൂണിറ്റ് ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എക്സ്ട്രാ എത്ര പെൺകുട്ടികളാണ് വേണ്ടത്? 2 യൂണിറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം 7 യൂണിറ്റ് ആണ്, പെൺകുട്ടികൾക്ക് 5 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ ഇതിനോട് ഒപ്പം എത്തണമെങ്കിൽ 2 യൂണിറ്റ് കൂടി വേണം. അത് കണ്ടെത്തിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ 2 യൂണിറ്റ് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ആകെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 720 ആണ്. ഓക്കെ, അതിൽ ആൺകുട്ടികൾ എന്ന് പറയുന്നത് 7 യൂണിറ്റും പെൺകുട്ടികൾ എന്ന് പറയുന്നത് 5 യൂണിറ്റുമായാൽ ആകെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്? 7 യൂണിറ്റും പ്ലസ് 5 യൂണിറ്റും കൂടി ചേർന്നാൽ 12 യൂണിറ്റ് ആണ് ആകെ വിദ്യാർത്ഥികൾ. ഓക്കെ, ടോട്ടൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എത്രയാണ്? 12 യൂണിറ്റ് ആണ്. ഈ 12 യൂണിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ള 720 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് 2 യൂണിറ്റ് കണ്ടെത്തണം. അത്ര കണ്ടെത്തിയാൽ നമുക്ക് ഇതിന് ആൻസർ ആയി. ഓക്കെ, അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 12 യൂണിറ്റ് ആണ്. അത് 720 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 720 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. ഓക്കെ, 720 ഡിവൈഡഡ് ബൈ 12. 72ഉം 12 ക്യാൻസൽ ചെയ്യാം, 6 കിട്ടും, 0 എഴുതി. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ? 1 യൂണിറ്റ് 60 ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 2 × 60, അതിന്റെ ഇരട്ടി. അത് എത്ര കിട്ടി? 120. അപ്പോൾ ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട 2 യൂണിറ്റ് ആണ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 120 പെൺകുട്ടികൾ കൂടി അതിൽ ചേരുകയാണെങ്കിൽ അവിടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആകും. അതായത് ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാവും. ഓക്കെ, അവിടെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 7:5 ആണ് റേഷ്യോ. അതിൽ 7 യൂണിറ്റ് ആൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ എണ്ണം 5 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് 1:1 എന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈക്വൽ ആകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈക്വൽ ആവണമെങ്കിൽ 2 യൂണിറ്റ് പെൺകുട്ടികൾ അധികമായി വന്നു ചേരണം. ആ 2 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ ടാഗെ എന്ന് പറയുന്നത് 12 യൂണിറ്റ് ആണ്. അത് 720 ആണ്. 12 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ചേർന്നാൽ എന്തായി? ആ സ്കൂളിലുള്ള ആകെ വിദ്യാർത്ഥികളായി. ഓക്കെ, അത് 720 ആണ്. അതിൽ നിന്ന് 1 യൂണിറ്റ് കണ്ടെത്തി. അതിനുശേഷം 2 യൂണിറ്റ് കണ്ടെത്തി. അപ്പൊ ആൻസർ 120 കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയിൽ നിന്നും 8 വീതം കുറച്ചാൽ പുതിയ അംശബന്ധം 1:3 ആകും. എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അതും ഇതേ രീതിയിൽ ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിൽ. സംഖ്യകൾ എയും ബിയുമായി കരുതുന്നു. അവ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:5 ആണ്. ഓക്കെ, ഈ 2 സംഖ്യയിൽ നിന്നും 8 വീതം കുറയ്ക്കുന്നു. ഈ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 8 വീതം കുറച്ചപ്പോൾ ആ അംശബന്ധം 1:3 ആയിട്ട് മാറുന്നു. ഓക്കെ, 8 വീതം കുറച്ചപ്പോൾ അംശബന്ധം എന്തായി മാറി? 1:3. യൂണിറ്റ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എ എന്ന സംഖ്യ 3 യൂണിറ്റ് ആണ്, ബി എന്ന സംഖ്യ 5 യൂണിറ്റ് ആണ്. ഓക്കെ, അതിൽ നിന്ന് 8 കുറച്ചപ്പോൾ ആ അംശബന്ധം എന്തായിട്ട് മാറി? 1:3. അതായത് ഇവിടെ 1 യൂണിറ്റ് ആയി. ഇവിടെ എത്ര യൂണിറ്റ് ആയി? 3 യൂണിറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന മാറ്റം എത്രയാണെന്ന് നോക്കാം. 3 യൂണിറ്റിൽ നിന്ന് എത്രയായി? 1 യൂണിറ്റ് ആയി. അപ്പൊ ഇവിടെ കുറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 യൂണിറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത സംഖ്യയിൽ നോക്കൂ. 5 യൂണിറ്റ്
കുറഞ്ഞുള്ളത് എത്രയായി? 3 യൂണിറ്റ് ആയി. ആ രണ്ടാമത്തെ സംഖ്യയും 2 യൂണിറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈക്വൽ നമ്പർ ആണ് കുറച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞിരിക്കുന്ന സംഖ്യ എന്തായിരിക്കണം? ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കാം, 2 യൂണിറ്റിലെ കുറച്ചിട്ടുള്ളത് 8 വീതം കുറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കുറച്ച 8 എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ് ആണ് 8 എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇതിന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും? 4 ആയിരിക്കും. 2 യൂണിറ്റ് 8 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? രണ്ടാമത്തെ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ രണ്ടാമത്തെ സംഖ്യ എത്ര യൂണിറ്റ് ആണ്? 5 യൂണിറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് വരും. ഇത് എടുക്കാൻ പറ്റില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 8 വീതം കുറച്ചിട്ടുള്ള റേഷ്യോ ആണ് 1:3. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റേഷ്യോ എടുക്കാൻ പറ്റില്ല. ഒറിജിനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. അതിൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്. 1 യൂണിറ്റ് 4 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 5 × 4 20 ആണ് കിട്ടുക. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. 3:5 ആണ് അംശബന്ധം. 2 സംഖ്യയിൽ നിന്നും 8 വീതം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ 2 യൂണിറ്റ് വീതം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഈ തരത്തിൽ ചെയ്യാൻ കഴിയില്ല. ഇത് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ് ആണ് കുറച്ചിട്ടുള്ളത്. അപ്പൊ 2 യൂണിറ്റ് ആണ് ഈ കുറച്ച 8 എന്നെടുക്കാം. അപ്പോൾ 1 യൂണിറ്റ് 4 കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ 5 യൂണിറ്റ്, ആദ്യത്തെ സംഖ്യ ആണെങ്കിൽ 3 യൂണിറ്റ്. 3 × 4 12 വരും. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.